Hey guys, welcome back to another video. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് D മേജർ കോഡാണ്. അപ്പോൾ D മേജർ ഒരു സിമ്പിൾ കോഡാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് കോഡാണ്. മെജോറിറ്റി സോങ്സിലൊക്കെ നോക്കിയാൽ D മേജർ കോഡ് എല്ലായിടത്തും വരും. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യണം നമ്മളെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറും വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കോഡ് ഡയഗ്രാം റീഡ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് ചെക്ക് ചെയ്താൽ മതി. കോഡ് ഡയഗ്രാംസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ ഞാൻ വേറെ കോഡ്സും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആ കോഡ്സും നോക്കാം, അതും പഠിക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക്സും താഴെ ഇടാം. അപ്പോൾ ഇന്നത്തെ D മേജർ കോഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാർട്ട് നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിലെ തേർഡ് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്രെറ്റ് തേർഡ് സ്ട്രിങ്ങിടെ 1 2 3 ഫസ്റ്റ് ഫിംഗർ. നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഫസ്റ്റ് സ്ട്രിങ് ഇവിടെ. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് തേർഡ് ഫ്രെറ്റിലെ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഇവിടെ. എന്നിട്ട് നമ്മൾ ഈ ഫോർത്ത് സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യും. നമ്മൾ ചാർട്ട് നോക്കിയാൽ ഫിഫ്ത്ത് സ്ട്രിങ്ങിലും സിക്സ് സ്ട്രിങ്ങിലും എക്സ് എന്നുള്ളൊരു ലെറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രണ്ട് സ്ട്രിങ്സ് നമ്മൾ സ്ട്രം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഫോർത്ത് സ്ട്രിങ് തൊട്ട് സ്ട്രം ചെയ്യാം. ഇങ്ങനെ ഇതാണ് D മേജർ കോഡ്. ഇങ്ങനെയാണ് D മേജർ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കാണെങ്കിൽ നല്ലപോലെ ഇത് റിങ് ആവുന്നില്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് ഈ തം എടുത്തിട്ട് ഈ ഫ്രെഡ് ബോണിൻ്റെ ബാക്കിൽ ഇവിടെ വെച്ചാൽ കുറച്ചുകൂടി നല്ലപോലെ ടൈറ്റായിട്ട് നമുക്ക് ആ കോഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആകുമ്പോൾ നല്ലപോലെ റിങ് ആവില്ല, പക്ഷേ അതിനുള്ള ഒരു സൊല്യൂഷൻ പ്രാക്ടീസ് തന്നെയാണ്. ഒരു ദിവസം ഒരു 5 മിനിറ്റ്സ് ഒരു കോഡിൽ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഈ കോഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡൗൺ സ്ട്രം ചെയ്താൽ മതി. ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഫിംഗർ സ്ട്രെങ്ത് ബിൽഡ് ആവും. ഫിംഗർ സ്ട്രെങ്ത് ബിൽഡ് ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ടൈറ്റായിട്ട് ആ കോഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അപ്പോൾ എല്ലാ സ്ട്രിങ്സും റിങ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു D മേജർ കോഡ് പ്ലേ ചെയ്യുന്നത്.